നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച 1000 കാര്യങ്ങളിൽ 985 കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുരുത്തിപ്പറമ്പിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാതക ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഓർമ്മതീരം എന്ന പേരിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച 1000 കാര്യങ്ങളിൽ 985 കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വളരെ വിപുലമായിട്ടുള്ള സംവിധാനത്തെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും ഈ സംവിധാനത്തെ എതിർത്ത വലതുപക്ഷം പല ഘട്ടങ്ങളായി ഇതിനെ തടസ്സപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് ഇന്ന് കേരളത്തെ ദേശീയ തലത്തിലേക്ക് രാജ്യാന്തര തലത്തിലേക്ക് തന്നെ മാറ്റിമറിക്കുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ ഒരു മാറ്റം എന്നുള്ളത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ മാറ്റമുണ്ടായി. ആ മാറ്റമാണ് നിങ്ങളിന്ന് കാണുന്നത് കേരളത്തിൻ്റെ വികസനത്തിൽ. എല്ലാ മേഖലയും നല്ല രീതിയിൽ പ്രതിഫലിച്ചത്. എല്ലാ മേഖലയും വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യമാകട്ടെ, കായികം, അങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചു. ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.എസ്. രാജു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം.കെ. പ്രേമാനന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ.എസ്. രാമദാസ്, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി.കെ. സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാതക ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. തുരുത്തിപ്പറമ്പിൽ ഓർമ്മതീരം എന്ന പേരിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. നടക്കുമ്പോ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ക്രിമറ്റോറിയത്തിന്റെ രൂപത്തിലാവും എന്നുള്ള പ്രതീക്ഷ അന്ന് എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ റെക്കോർഡ് വേഗതയിൽ തന്നെയാണ് പഞ്ചായത്ത് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒരു ക്രിമറ്റോറിയം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യകരവും ശാസ്ത്രീയവും മാലിന്യമുക്തവുമായിട്ടുള്ള സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതാണ്. ആധുനിക ജനസമൂഹങ്ങളിലെല്ലാം ഇത്തരം ക്രിമറ്റോറിയങ്ങളാണ് ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ജോജോ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ പി.കെ. മധുസൂദനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി.കെ. ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, സന്ധ്യ നൈസൺ, ജുമൈല സഹീർ, പഞ്ചായത്ത് അംഗങ്ങളായ ധിബിൻ പാപ്പച്ചൻ, പ്രസാദ് തത്തമ്പിള്ളി, ഷൈനി തിലകൻ, അഡ്വക്കേറ്റ് എം.എസ്. വിനയൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ.എൻ. സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,05,00,000 രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കേരളത്തിലെ വിദ്യാലയങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നതിൽ അഭിമാനം കൊള്ളുകയാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ഒരു കാലത്ത് തകർച്ചയുടെ വക്കിലെത്തിയ പല വിദ്യാലയങ്ങളും പൂട്ടേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നു കാണുന്ന മികവിന്റെ കേന്ദ്രങ്ങളിലേക്കാക്കിയത് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്നും 10 ലക്ഷത്തിലേറെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതുതായി വന്നു ചേർന്നതും കേരള സമൂഹത്തിന്റെ വിജയമായി കാണുകയാണെന്നും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം കാണുന്നത്. ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മണ്ഡലം തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഏറ്റവും നല്ല ഹൈസ്കൂളുകൾക്കുള്ള കെട്ടിടങ്ങൾ,
ഏറ്റവും നല്ല രീതിയിൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ അങ്ങനെ തുടങ്ങി വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പ് നൽകുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. അതിൻ്റെ ഭാഗമായ സമഗ്ര വിദ്യാഭ്യാസ യജ്ഞം നമ്മൾ ആരംഭിക്കുന്നു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂർ ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി കെട്ടിടത്തിന് സർക്കാർ അനുവദിച്ച 1 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണോദ്ഘാടനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ, ബ്ലോക്ക് മെമ്പർ ശോഭന ശാർങ്ങധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA നൌഷാദ്, KA അയ്യൂബ്, ജയ സുനിൽ രാജ്, വാർഡ് മെമ്പർമാരായ കൃഷ്ണേന്ദു PU, രേഷ്മ വിപിൻ, AEO P മൊയ്തീൻകുട്ടി, പ്രധാനാധ്യാപിക സൈജ കരീം, BPC പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനുമിടയിൽ വൈകിട്ട് കരതൊടും. ആന്ധ്രയിലെ 26-ൽ 23 ജില്ലകളും അതീവ ജാഗ്രതയിലാണ്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യതയുള്ളതിനാൽ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ദുരന്ത നിവാരണ സംഘങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് വ്യാഴാഴ്ച വരെ തുടരും. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം വായനശാലയും പുരോഗമന കലാസാഹിത്യ സംഘം ചന്ദ്രാപിന്നി മേഖലയും ചേർന്ന് വയലാർ രാമവർമ്മ അനുസ്മരണവും വയലാർ ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. യുക്തിബദ്ധമായ ഗാനങ്ങൾ എഴുതി, സിനിമയ്ക്ക് വേണ്ടിയുള്ള ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന സയന്റിഫിക് ടെമ്പർമെന്റ് എന്ന് പറയുന്നത് മുറുകെ പിടിച്ച ഒരു എഴുത്തുകാരനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതവും വേദോപനിഷത്തുകളും എല്ലാം പഠിച്ച വയലാർ സ്നേഹത്തെക്കുറിച്ച് മാത്രം തന്നെയാണ് ഊന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരികളിൽ ഒരുപാട് അന്വേഷണാത്മകമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഉപാസന എന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. ഉപാസന എന്ന പാട്ട്, അങ്ങനെ നിരവധിയായ ഗാനങ്ങൾ. ആ ഗാനങ്ങളിലൂടെ പൊതുസമൂഹത്തിന് ഒരു ശാസ്ത്രബോധം വളർത്തുന്നു, യുക്തിബോധം വളർത്തുന്നു, മനുഷ്യ സ്നേഹത്തെ, മനുഷ്യനെ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഹേന രമേശ് അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കൊച്ചുമോൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൗൺസിൽ അംഗം PA ഷാനവാസ്, സതീഷ് കുമാർ വിശാഖപട്ടണം, TN അജയകുമാർ, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമഫോൺ ചന്ദ്രാപിന്നി വയലാർ ഗാനങ്ങളുടെ അവതരണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച 1000 കാര്യങ്ങളിൽ 985 കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുരുത്തിപ്പറമ്പിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാതക ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഓർമ്മതീരം എന്ന പേരിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.